മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ സുംത, നിങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ട് എങ്കിൽ ഫൽയസും, ആ നോമ്പ് നിങ്ങളിൽ ഉണ്ടാകണം. സംഉക, നിന്റെ കേൾവിയിൽ ആ നോമ്പുണ്ടാവണം. അതിനർത്ഥം എന്തും കേൾക്കാൻ ഈ നോമ്പ് കാലത്ത് നീ തയ്യാറാവരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ റമളാനിൽ തറാവീഹിന്റെ സമയമാകുമ്പോ ചിലരൊക്കെ 7 മണിക്കും അതല്ലെങ്കിൽ അല്പം നേരത്തെ പള്ളിയിലേക്ക് എത്തും. പക്ഷെ പള്ളിയിൽ 5-8 ആളുകൾ കൂടി വെറുതെ സംസാരിക്കുന്നു, പച്ചയിറച്ചി തിന്നുന്നു. ഇബാദത്തിന് പള്ളിയിലേക്ക് നേരത്തെ 10 മണിക്ക് ളുഹർ നമസ്കാരത്തിന് വരുന്നു, പള്ളിയിലിരുന്ന് കൂട്ടം പറയുന്നു, ആളുകളുടെ പരദൂഷണം പറയുന്നു. എങ്കിൽ നോമ്പായാലും അല്ലെങ്കിലും ഫൽയസും, നീ ആ നോമ്പിനെ കൊണ്ട് സൂക്ഷിക്കണം. സംഉക, നിന്റെ കേൾവി ആ നോമ്പിലേക്ക് നീ ഏറ്റുകൊണ്ടുപോകണം. നിന്റെ ചെവിയും നോമ്പെടുക്കണം എന്നാണ് റബ്ബിന്റെ കൽപ്പന. അതോടൊപ്പം വബസറുക, നിന്റെ കണ്ണുകളും നോമ്പനുഷ്ഠിക്കണം. നിന്റെ കണ്ണ് നോമ്പിലാവണം, നിന്റെ വയറ് മാത്രം നോമ്പിലായാൽ പോരാ. ഇന്ന് കണ്ണ് പലർക്കും നോമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ് ബഹുഭൂരിപക്ഷ സമയങ്ങളും പലരും മൊബൈലിന്റെ മുൻപിലാ. ചില ആളുകൾ ഖുർആൻ ഓതുന്നു എന്നതൊക്കെ ശരിയാണെങ്കിലും ശരി, വെറുതെ ചാനലുകൾ കാണാൻ, റീൽസുകൾ കാണാൻ, ആരോ പടച്ചുവിടുന്ന ഫുഡ് വ്ലോഗുകൾ കാണാൻ, രാത്രിയേക്ക് തീരുമാനമെടുക്കാൻ, ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല. പക്ഷെ പലരും മണിക്കൂറുകൾ അത്രയും ചെലവഴിക്കുന്നത് മൊബൈലിന്റെ മുൻപിലാണെങ്കിൽ വബസറുക, നിന്റെ കണ്ണും നോമ്പ് നോൽക്കണം. വലിസാനുക, നിന്റെ നാവുകളും നോമ്പ് നോൽക്കണം. ഈ പകലാവട്ടെ രാവാവട്ടെ ഏത് സമയത്തും ഒരുപാട് ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കപ്പെടുന്ന സമയമാ. പള്ളിയിൽ പലരും വരുന്നു, ഇതുവരെ വരാത്ത പലരും വരുന്നു. അതിലാണുങ്ങളും സ്ത്രീകളും മക്കളും കുടുംബങ്ങളും ഒക്കെ ഉണ്ട്. പലരും രാത്രി ഉറക്കമൊയ്യുന്നു. പല രാവുകളിലും പകലാക്കിക്കൊണ്ട് രീതിയിലാണ് ഇന്ന് റമളാൻ നമ്മളെ നാട്ടിൽ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നാവുകൊണ്ട് പലതും പറഞ്ഞ് ഒരുപാട് ഫിത്നകൾ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് പോലും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. എങ്കിൽ അവിടെ നോമ്പുള്ളപ്പോഴും അല്ലാത്തപ്പോഴും വലിസാനുക, നിന്റെ നാവും നോമ്പിലാവണം. റബ്ബിനെ ഭയപ്പെടണം. അനിൽ കദിബി, കള്ളവാക്കുകളെ തൊട്ട്, കള്ളത്തരങ്ങളെ തൊട്ട്, വൽ മഹാരിമി, ഹറാമാക്കപ്പെട്ട വിഷയങ്ങളെ തൊട്ട്, അതൽ ജാരി,